ഹായ് ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോഡി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് മലയാളക്കര ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചിത്രം അബ്രഹാം ഓസ്ലർ ഇന്ന് കാണുവാനായിട്ട് അവസരം ലഭിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ, മൈ തോട്ട്സ്, എൻ്റെ ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. അബ്രഹാം ഓസ്ലർ, നായകൻ ജയറാമേട്ടൻ. കമ്പായ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കമ്പായ്ക്ക്. നല്ല മികച്ച ഒരു കമ്പായ്ക്ക്, നല്ല മികച്ച ഒരു ക്യാരക്ടർ. അതായത് ഒരു ഡിപ്രഷൻ, ഒരു വിഷാദരോഗിയുടെ ഒരു ക്യാരക്ടറാണ്. ഡിപ്രഷൻ ബാധിച്ച ഒരു ക്യാരക്ടർ കേസ് എങ്ങനെ തെളിയിക്കുന്നുവെന്നാണ് ഈ കഥ. അപ്പോഴത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു. 2019 അവസാനമായിട്ട് ജയറാമേട്ടൻ്റെ ഒരു ഡയറക്റ്റ് മലയാള സിനിമ വരുന്നത് പട്ടാമ്പി രാമനായിരുന്നു. അതിനുശേഷം അന്യഭാഷ ചിത്രങ്ങളിൽ അദ്ദേഹത്തെ കണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ 5 വർഷമെടുത്തു അദ്ദേഹത്തിന് മറ്റൊരു സിനിമ വരാൻ വേണ്ടി. അത് മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതുപോലെ ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അബ്രഹാം ഓസ്ലർ. ആ ഓസ്ലർ എന്ന ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നെയിം തന്നെയാണ് സിനിമയ്ക്കും കൊടുത്തിരിക്കുന്നത്. ഓസ്ലർ എന്ന ക്യാരക്ടർ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു. സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, 2014 ഓം ശാന്തി ഓശാന എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. പിന്നീട് 2015 ആടെന്ന ചിത്രം സംവിധാനം ചെയ്തു. പിന്നെ ആട് 2, ആനുമരിയ കൽപ്പിലാണ്, 5-ാം പാതിര, ആട് സീരീസും 5-ാം പാതിരയൊക്കെ ഉണ്ടാക്കിയ ഓളമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ വിസ്മയിപ്പിച്ച ആ സംവിധായകൻ ഈ ചിത്രത്തിലും നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുന്നു. മനോഹരമായ ഡയറക്റ്റിങ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും, ഫസ്റ്റ് ഹാഫ് തീയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കാട്ടുതീ എന്ന് പറയാം. ഒരിടത്തും ലാഗടിച്ചില്ല, ഒരിടത്തും ബോറടിച്ചില്ല. ഓരോ സീനും ഇങ്ങനെ പ്രേക്ഷകനെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നു ക്ലൈമാക്സ് വരെ. വളരെ മനോഹരമായ ഡയറക്ടറിങ്, വളരെ മനോഹരമായ സംവിധാന മികവ് അദ്ദേഹം തെളിയിച്ചു, മിഥുൻ മാനുവൽ തോമസ്. പിന്നെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ. വളരെ മനോഹരമായ BGM. പ്രത്യേകിച്ച് ചില സീനുകളിലൊക്കെ ആ BGM നമ്മളെ ഇങ്ങനെ കോരിത്തരിപ്പിക്കുന്നു പറയാം. രോമാഞ്ചിഫിക്കേഷൻ ഉളവാക്കുന്ന BGM ആയിരുന്നു. പിന്നെ പൂമാനമേ എന്ന് തുടങ്ങുന്ന ആ സോങ്ങിൻ്റെ ഒരു റീക്രിയേഷന്, അതും വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു സോങ് ഇപ്പോഴും ഈ സിനിമ കണ്ടിറങ്ങി റിവ്യൂ തരുമ്പോഴും അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോഴും ആ ഒരു സോങ് ഇങ്ങനെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിപ്പോവുകയാണ്. പൂമാനമേ എന്നുള്ള ആ നിറക്കൂട്ടിലെ ആ മനോഹര സോങ് ഇതിലും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ. പിന്നെ സിനിമാറ്റോഗ്രാഫർ, ക്യാമറാമാന് തേനി ഈശ്വർ. പല മനോഹരമായ വിഷ്വൽസ് ചിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെ മറ്റ് അഭിനേതാക്കളായ അനശ്വര രാജന്, ജഗദീഷ് ചേട്ടന്, ഷൈജു കുറുപ്പ്, ദിലീഷ് പോത്തന്, എല്ലാവരും തങ്ങളുടെ റോള് വളരെ മനോഹരമായി നിർവഹിച്ചു. അനശ്വര രാജനാണെങ്കിൽ ഇപ്പോൾ നല്ല സമയമാണെന്ന് തോന്നുന്നു. നേരിത ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴിത് അടുത്ത പടം, അതും ഹിറ്റ്. 2 ബ്ലോക്ക് ബസ്റ്ററുകൾ ബാക്ക് ടു ബാക്ക്. അനശ്വര രാജൻ്റെ ടൈം എന്ന് പറയാം. ജഗദീഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സമീപകാലങ്ങളിലെല്ലാം അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം വളരെ മനോഹരമാക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന മറ്റ് ക്യാരക്ടറുകൾ. പിന്നെ സ്പെഷ്യൽ അപ്പീരിയൻസ് മെഗാസ്റ്റാർ മമ്മൂട്ടി. അപ്പോൾ എപ്പോഴാണ് അദ്ദേഹം വരിക എന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഹാഫിലില്ല, സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം വരുന്നു. അദ്ദേഹം വരുമ്പോൾ തിയേറ്ററിൽ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. കാരണം തിയേറ്റർ പൊട്ടിത്തെറിക്കുകയെന്ന് പറയാം. സ്ഫോടനാത്മകമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കയ്യടിയും വിസിലടിയും അദ്ദേഹത്തെ എതിരേറ്റു. ഫാൻസ് എല്ലാം കൂടെ, മലയാള സിനിമാ പ്രേമികളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ വരവങ്ങോട്ട് ഏറ്റെടുത്തെന്ന് പറയാം. കാരണം അദ്ദേഹം വരുമ്പോഴാ സീനിലെ BGM കൂടെ നമുക്ക് ശരിക്കും രോമാഞ്ചിഫിക്കേഷനാണ് അത് കാണുമ്പോൾ കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ എൻട്രിയും ആ BGM കൂടെ ആകുമ്പോഴേക്കും ശരിക്കും രോമാഞ്ചിഫിക്കേഷനായിരുന്നു ആ സീന്. വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഏത് റോള് കൊടുത്താലും അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിക്കും. സമീപകാലമായിട്ട് അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിലും തനിക്ക് കിട്ടിയ ഗസ്റ്റ് റോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ വളരെ മനോഹരമായൊരു ചിത്രം നമുക്കിങ്ങനെ കാണുവാൻ സാധിച്ചു. കാരണം നമുക്കിങ്ങനെ ഒരു ഐഡിയയും കിട്ടുകയില്ല. ഒരിക്കൽ പോലും ഇതാര് ചെയ്തു, അല്ലെങ്കിൽ എന്തിന് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും ഇയാളായിരിക്കും ചെയ്തത്, ഇതിനു വേണ്ടിയായിരിക്കും ചെയ്തതെന്ന്. പക്ഷേ ഇതങ്ങനെ നമുക്ക് ഒരു ഐഡിയയും കിട്ടുകയില്ല. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ചിരുത്തും. അത്തരത്തിലുള്ള സ്ക്രീൻ പ്ലേ മിഥുൻ മാനുവൽ തോമസിന് വളരെ എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു ചിത്രമായിരിക്കും ഇതെന്നാണ് ഉറപ്പാണ്. 5-ാം പാതിരയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മികച്ച ഡയറക്ഷൻ, വളരെ നല്ലൊരു ചിത്രം കണ്ടിറങ്ങി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചിത്രം കണ്ടിറങ്ങിയത്. തിരിച്ചു വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് ആ പൂമാനമേ എന്നുള്ള സോങ് ഇപ്പോഴും മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനുകളെക്കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. കാരണം ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണുമ്പോൾ 80s കിഡ്സിനായിക്കോട്ടെ 90s കിഡ്സിനായിക്കോട്ടെ അവരുടെ കുട്ടിക്കാലം ഓർമ്മ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൂമാനമേ എന്നുള്ള സോങ് വളരെ ഭംഗിയായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വളരെ മനോഹരമായൊരു ചിത്രം, ജയറാമേട്ടൻ്റെ വളരെ മനോഹരമായൊരു കമ്പാക്ക്, പിന്നെ ജയറാം മമ്മൂട്ടി കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ധ്രുവത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ വീണ്ടും 2 സൂപ്പർ താരങ്ങളെയും കൂടെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ സാധിച്ചത് തന്നെ വളരെയൊരു സന്തോഷമാണ് മലയാളികൾക്കെന്ന് പറയാം. അപ്പോൾ വളരെ മനോഹരമായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അബ്രഹാം ഓസ്ലർ സമ്മാനിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.